Today's topic is agreements expressly declared void. നമ്മൾ സെക്ഷൻ 10-ലെ ഓരോ എലിമെൻസും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രീ കൺസെൻറ്റ് കഴിഞ്ഞു, കോമ്പിറ്റൻസി, ഒബ്ജക്റ്റ്, കൺസിഡറേഷൻ അതൊക്കെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സെൻറ്റൻസ് എന്താണ് സെക്ഷൻ 10-ൻ്റെ പറയുന്നത്? എക്സ്പ്രസ്ലി അതായത് ആൻഡ് ഹിയർ ബൈ നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്. അതായത് ഒരു അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അതിലെ സെക്ഷൻ 10 പ്രകാരം ലാസ്റ്റത്തെ എലിമെൻ്റ് ആണ് സച്ച് ആൻ അഗ്രിമെൻറ്റ് ഷുഡ് നോട്ട് ബി എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്. അതായത് എക്സ്പ്രസ്ലി വോയിഡ് ആണെന്ന് ലോ പറയാത്ത അഗ്രിമെൻറ്റ്സ്. എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ആക്റ്റിൽ വോയിഡ് തന്നെയാണെന്ന് പറയുന്ന അഗ്രിമെൻറ്റ്സ്, അല്ലെങ്കിൽ വോയിഡ് ഇനി പറയുന്ന കാര്യങ്ങൾ കോൺട്രാക്റ്റ് ആക്റ്റിൽ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ വോയിഡ് ആണെന്ന്. അതിൽ ഫസ്റ്റത്തെയാണ് അഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. എനി അഗ്രിമെൻറ്റ് ദാറ്റ് റീസ്ട്രെയിൻസ് ദ മാരേജ് ഓഫ് എ മേജർ ഇസ് എ വോയിഡ് അഗ്രിമെൻറ്റ്. അതായത് മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡൾട്ടായിട്ടുള്ള ഒരാളെ മാരേജിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള അഗ്രിമെൻറ്റ്സ് എല്ലാം വോയിഡാണ്. ഒരിക്കലും നമുക്ക് അഡൾട്ടായ ഒരാളുടെ അടുത്ത് പറയാൻ പറ്റില്ല ഇന്നയാളെ കല്യാണം കഴിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ട് അഗ്രിമെൻ്റ് ഒന്നും ചെയ്യിപ്പിക്കരുത്. അത് വോയിഡാണ്. If an adult agrees for some consideration not to marry, such an agreement expressly void agreement according to the Contract Act. Contract Act പ്രകാരം അഡൾട്ട് ആയിട്ടുള്ള ഒരാൾ എന്തെങ്കിലും കൺസിഡറേഷന് വേണ്ടി കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളോട് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇത്ര പൈസ തരാം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം അങ്ങനെ ഒരു അഗ്രിമെൻറ്റ് വോയിഡാണ്. ഫോർ എക്സാമ്പിൾ, പീറ്റർ അഗ്രീസ് ദാറ്റ് ഇഫ് ജോൺ പേയ്സ് ഹിം 50,000 ഹി വിൽ നോട്ട് മാരി. അതായത് പീറ്റർ പറയാണ് ജോണിൻ്റെ അടുത്ത്, നിങ്ങൾ 50,000 റുപ്പീസ് തരുവാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു ഇവർ രണ്ടുപേരും ഒരു അഗ്രിമെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു മാരേജ് എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് കല്യാണം കഴിക്കുന്നില്ല ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു അഗ്രിമെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ അഗ്രിമെൻറ്റ് വോയിഡാണ്. അതിനെ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്, അഗ്രിമെൻറ്റ് ഇൻ റിസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് ഇസ് വോയിഡ് ആസ് പെർ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. നെക്സ്റ്റ് ഇസ് അഗ്രിമെൻറ്റ് ഇൻ റിസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്. നമ്മൾ മാരേജിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഒരാളോട് ഇന്ന് ട്രേഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ് അഗ്രിമെൻറ്റ് ഇടാൻ പാടില്ല, അതും വോയിഡാണ്. An agreement by which any person is restrained from doing a trade or practicing a legal profession or exercising business of any kind is an expressly void agreement. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിനെ കൊണ്ട് ഒരു ജോലി ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു ട്രേഡ് ചെയ്യരുത്, ഒരു ബിസിനസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ഇത് ചെയ്യാണ്ടിരുന്നാൽ ഇത്ര തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അഗ്രിമെൻറ്റ്സ് എപ്പോഴും നിയമത്തിൻ്റെ കണ്ണിൽ വോയിഡാണ്, എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് അഗ്രിമെൻറ്റ്സ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. അതേപോലെ ഒരു അഗ്രിമെൻറ്റ് ചെയ്യാണ്, അതായത് ഒരാളെ കൊണ്ട് ഏതെങ്കിലും നിയമപരമായിട്ടുള്ള അവകാശങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതും വോയിഡാണ്. ആൻ അഗ്രിമെൻറ്റ് ദാറ്റ് പ്രിവെൻറ്റ്സ് വൺ പാർട്ടി ഫ്രം എൻഫോഴ്സിങ് ഹിസ് ലീഗൽ റൈറ്റ്സ് അണ്ടർ എ കോർട്ട് ത്രൂ ലീഗൽ പ്രോസസ്സ്. ഒരു ലീഗൽ പ്രോസസ്സ് വഴി ഉള്ള ഒരു റൈറ്റിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അഗ്രിമെൻ്റ് ഇട്ടാൽ അങ്ങനെ ഒരു അഗ്രിമെൻറ്റും നിയമപ്രകാരം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം വോയിഡാണ്. അപ്പോൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്തു: അഗ്രിമെൻറ്റ് ഇൻ റിസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, അഗ്രിമെൻറ്റ് ഇൻ റിസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് ആൻഡ് അഗ്രിമെൻറ്റ് ഇൻ റിസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. നെക്സ്റ്റ് ഇസ് ആൻ അഗ്രിമെൻറ്റ് ഹൂസ് മീനിങ് ഈസ് അൺസർട്ടൈൻ. അതായത് അഗ്രിമെൻറ്റ് ഉണ്ട്, ബട്ട് അതിലെ ടേംസ് ഒക്കെ അൺസർട്ടൺ ആയിട്ടുള്ള ടേംസാണ്, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അഗ്രിമെൻറ്റ്സ്. അതാണ്
അൺസർട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ അഗ്രിമെൻറ്റ് ഹൂസ് മീനിങ് ഈസ് അൺസർട്ടൻ കനോട്ട് ബി എ വാലിഡ് എഗ്രിമെൻറ്റ്, ഇറ്റ് ഇസ് എ വോയിഡ് എഗ്രിമെൻറ്റ്. അൺസർട്ടൻ ആയിട്ടുള്ള എഗ്രിമെൻറ്റ് ഒരിക്കലും വാലിഡ് എഗ്രിമെൻ്റ് ആവില്ല, എന്ത് വോയിഡ് എഗ്രിമെൻറ്റ് മാത്രമേ ആവുള്ളൂ. ഇഫ് ദ എസെൻഷ്യൽ മീനിങ് ഓഫ് ദ കോൺട്രാക്ട് ഇസ് നോട്ട് എഷ്യൂർഡ് ഒബ്വിയസ്ലി ദ കോൺട്രാക്ട് കനോട്ട് ഗോ ഹെഡ്. ഒരു കോൺട്രാക്റ്റിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള എലിമെൻറ്റ് അൺസർട്ടൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ കോൺട്രാക്റ്റുമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് എന്ത് പറയുന്നത്, അൺസർട്ടൻ ആയിട്ടുള്ളത്. അതായത് നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവില്ല. ബട്ട് ഇഫ് അൺസർട്ടനിറ്റി ഇസ് റിമൂവ് ദ കോൺട്രാക്ട് ബിക്കംസ് വാലിഡ്. അപ്പോൾ അതിലെ അൺസർട്ടനിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആവും. For example, A agrees to sell B 100 kgs of fruit. This is a void contract since what type of fruit is not mentioned. Actually, A പറയുന്നു ബീൻ്റെ അടുത്ത് ഞാൻ 100 kg ഫ്രൂട്ട് സെല്ല് ചെയ്യാമെന്ന് പറയുന്നു. ബട്ട് ഈ കോൺട്രാക്റ്റ് എങ്ങനത്തെ കോൺട്രാക്റ്റാണ്, ഇതിൻ്റെ മീനിങ് അൺസർട്ടൻ ആണ്, എന്ത് ഫ്രൂട്ടാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ അൺസർട്ടനിറ്റി. ഇൻ കേസ് അവർ ഈ അൺസർട്ടനിറ്റി റിമൂവ് ചെയ്തിട്ട് പിന്നെ പറയുകയാണ് ഞാൻ ഉദ്ദേശിച്ചത് മാംഗോ ആണ്, അങ്ങനെ പറയുവാണെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആവും. ബട്ട് അത് പറയാത്തിടത്തോളം കാലം ഈ അഗ്രിമെൻറ്റ് വോയിഡായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത്രയും അഗ്രിമെൻറ്റ്സ് ആണ് ലോയിൽ പറയുന്ന വോയിഡ് തന്നെയാണെന്ന് ലോയിൽ എക്സ്പ്രസ്ലി ലോയിൽ വോയിഡായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഇത്രയും അഗ്രിമെൻറ്റ്സ് ആണുള്ളത്. റീസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്, റീസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, അൺസർട്ടനിറ്റി, റീസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്ക് അഗ്രിമെൻറ്റ്സ് ഡിക്ലെയർ ടു ബി വോയിഡ്, അതായത് ലോ തന്നെ പറയും ഇത്ര കാര്യങ്ങൾ വോയിഡ് ആണെന്ന് ഡയറക്റ്റായിട്ട് ലോയിൽ പറഞ്ഞിരിക്കുന്നതാണ്. അഗ്രിമെൻറ്റ്സ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്, അഗ്രിമെൻറ്റ്സ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, അഗ്രിമെൻറ്റ്സ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് ആൻഡ് അൺസർട്ടനിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ആ അഗ്രിമെൻറ്റ് വോയിഡ് ആണെന്ന് ലോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഓൾറെഡി സെക്ഷൻ 10 എല്ലാ എലിമെൻറ്റ്സും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ആദ്യം ഫ്രീ കൺസെൻറ്റ് വേണം, കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ് വേണം, ലോഫുൾ ഒബ്ജക്റ്റും ലോഫുൾ കൺസിഡറേഷനും വേണം, പിന്നെ ഈ പറഞ്ഞ പോലെ വോയിഡ് ആയിരിക്കരുത്. അങ്ങനെ ഈ കണ്ടീഷൻസൊക്കെ ഫുൾഫില്ല് ചെയ്താൽ മാത്രമാണ് ഒരു അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവുക, ഒരു അഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ആവുക. അഗ്രിമെൻറ്റ്സ് എൻഫോഴ്സിബിൾ ബൈ ലോ ഇസ് എ കോൺട്രാക്റ്റ്. താങ്ക് യു.